ഉടമ്പടി 3 പുതുക്കിയ ശ്രദ്ധിക്കുക. 44 ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നെന്ന് ഞാൻ ആരാധന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്, അവൾ പത്രം വീട്ടിൽ മാത്രമേ പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സായതിൻ്റെ പെടപെടാന്നിങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും, അത്രയേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുന്നതനുസരിച്ച് പ്രേക്ഷിത വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണം എന്ന് നോക്കണം. അല്ല എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. അപ്പം തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണമേ. ജീവിതത്തെ മാറ്റിമറിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല. എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കുമായിരിക്കും. ക്ഷമിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറക്കാതിരിക്കണത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ ഉടനെ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ പത്രോസൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ ട്രാക്സുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ പത്രോസ് അനുതാപത്തിനെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരവസ്ഥ ചെയ്തു പോയതാണ്. അയാൾ ഒറ്റപ്രാവശ്യമല്ല, മരണം വരെ അയാൾ കരയുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, നീ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും.
ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്, മറിച്ച് ദൈവദൃശ്യനെ 10 ദിവസത്തിനപ്പുറം നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം. നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിൻ്റെ വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം. മെയ് മാസം ഒന്ന് കഴിയണ വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കാൻ ആൾ. എന്നിട്ട് എന്ത് ചെയ്ത് പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്, എന്താ ചേഞ്ച് ചെയ്ത്, പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരെ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം, ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം, നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25:30 എന്താണ്, പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം, കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകുടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുക. ദാറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവൾ പറയണതേ, ഇവൾ സന്ധ്യക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവിടെ വളഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ മതം മാറ്റാൻ നടക്കുകയല്ലേ, ഇത് തോന്നിയ ദിവസമല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടൻ വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയേ, ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിരിക്കുന്ന സന്ധ്യക്ക് ആണുങ്ങളെ കൂടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ് അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്. അപ്പോഴേ ദൈവത്തെ മനസ്സിലാകും ഇത് വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിറ്റ വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി, മെയ് 15 ഇപ്പം ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പം നോക്കിയേ, എനിക്ക് ഇച്ചായനോട് പറയണത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ പേര് ആർഷ, ഞാൻ UAE നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി. 1000 കോടിയിലോ വാക്കുകളിലോ ഒന്നും നിൽക്കുന്നതല്ല നന്ദി എന്നുള്ളൊരു ഇത് അമ്മയോടും തിരുകുമാരനോടും. ഞാൻ UAE നിന്ന് ഇപ്പോൾ വന്നത് തന്നെ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്.
2024 ജാനുവരിയിലാണ്, ജനുവരി 14 തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എനിക്ക് ജോലിക്കും വേണ്ടിയായിരുന്നു. കാരണം എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം ജോലിക്ക് എല്ലായിടത്തും ഇൻ്റർവ്യൂവിന് പോവും, പാസ്സാകും, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അത് എല്ലാം പാസ്സാകും, പക്ഷെ അവർ പിന്നെ ഒരു റിപ്ലൈയും ഇല്ല. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞു. മാനസികമായിട്ട് ഭയങ്കര ഇതായി ഇരുന്ന സമയത്താണ് എന്നോട് എൻ്റെ മമ്മി പറയുന്നത് ഇവിടെ ഒരു കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ യൂട്യൂബിൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങളും ഓരോ ഇതും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താണ് ഉടമ്പടി എന്ന് ഞാൻ നോക്കി. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എന്നെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്നായിരുന്നു. അത് എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ഇവിടെ വന്ന് ആദ്യമേ സാക്ഷ്യം പറയാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ജനുവരി 14 തീയതി 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജോലിയുടെ കാര്യം പറഞ്ഞ് ഫെബ്രുവരി 8 ആയപ്പോൾ എന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ച് ഇൻ്റർവ്യൂവിന്. ഞാൻ പോയി, നോർമലി പോകുന്നതിന് കൂട്ട് തന്നെ പോയി വന്നു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഉപ്പ്, തൈലം, തിരി ഇതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിത് കിട്ടാനുള്ള ഒരു വഴിയുമില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിതൊക്കെ കിട്ടാൻ എന്താണൊരു വഴി? എനിക്ക് ഉപ്പും തൈലവും ഒക്കെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ തിരിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്തുനിന്ന് ഒരു കുട്ടി അവിടെ വന്നായിരുന്നു. അപ്പോൾ ആ കുട്ടി സാധാരണ ഷെയർ ചെയ്യില്ലെന്നുള്ളത് പിന്നീട് ഫാദർ ഞാൻ പറയുമ്പോഴാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ കുട്ടി എനിക്ക് ഷെയർ ചെയ്തു ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരിയും. അതിനുശേഷം എനിക്ക് വേറൊരാൾ വഴി, ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു വ്യക്തി വഴി എനിക്ക് ഉപ്പും കിട്ടി. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ഉപ്പിൻ്റെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉപ്പും കൊണ്ടാണ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് ഈ ഉപ്പും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ ഹിന്ദുക്കളാണ്, അപ്പം നമ്മൾ നാളൊക്കെ നോക്കിക്കുന്നു ജോലി കിട്ടുമോയെന്ന്. അപ്പം 2-3 പേരെ ഫേമസ് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഓൺലൈനിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തരത്തിലും ആർഷയ്ക്ക് ജോലി കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഒന്നെങ്കിൽ ആർഷയുടെ നേച്ചർ അനുസരിച്ച് ആർഷ ഇട്ടിട്ട് വരും, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് പിരിച്ചുവിടും, ഇയാൾക്ക് കിട്ടത്തില്ല, എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉപ്പുമായിട്ട് പോയപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ചിരിച്ച് എന്നോട് ചോദിച്ചു ഇതൊക്കെ സാധ്യമാണോ? ഞാൻ പറഞ്ഞു സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് കയറി മാനേജർ തുടങ്ങിയപ്പോഴേ എന്നോട് നോർമൽ ഇൻ്റർവ്യൂ അല്ലായിരുന്നു, കാരണം ഒരു സംസാരിച്ച് ഒരു വേറൊരു രീതിയായി. അപ്പോൾ എനിക്ക് തോന്നി ഇൻ്റർവ്യൂ കിട്ടത്തില്ല, ഈ ഇൻ്റർവ്യൂ എന്തായാലും കിട്ടത്തില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഈ ജോലി. അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ നോർമലി പോകുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ ഫെബ്രുവരി മന്തും കഴിഞ്ഞു. മാർച്ച് 22 ആയപ്പം മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ CEO സൗദിയിൽ നിന്ന് വരുന്നുണ്ട്, സൗദി നാഷണാലിറ്റിയാണ്, അപ്പം നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം, കാരണം ഫിനാൻസിലായതുകൊണ്ട് നേരിട്ട് പുള്ളിക്കാരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അന്നേരവും ഞാൻ ഉപ്പും എല്ലാം എൻ്റെ CVയിലും എൻ്റെ കയ്യിലും എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലും എല്ലാം ഇട്ടുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. 25 തീയതി മാർച്ച് 25, 2024 അവിടെ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അമ്മയോടും എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് ആദ്യം ചെന്ന് സാക്ഷ്യം പറയണം, എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ സാക്ഷ്യം പറയണം, ഞാൻ അതാണ് പറഞ്ഞേക്കുന്നത് അമ്മയോട് വാക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാൽ ശരി ഓക്കെ നീ പോയി സാക്ഷ്യം പറ എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയിൽ ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് അവിടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നു, പക്ഷെ അതെല്ലാം നമ്മൾ പോലും അറിയാതെ അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് മാത്രം അമ്മ ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് മാത്രം ചോദിച്ചാൽ മതി. എനിക്ക് ഉടനടി പരിഹാരമാണ് എല്ലാ കാര്യത്തിലും. ആ ഒരു ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവിക മനുഷ്യനല്ലേ ഞാനത് വിട്ടു കഴിഞ്ഞൊരു 2 മാസം ഇടവേളയൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ഓർത്തു മനുഷ്യനായിട്ടുള്ളവരെല്ലാം നമുക്കുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിനെ മറക്കുമല്ലോ. ഞാനും സ്വാഭാവികമായിട്ട് മറന്നു. ഞാനപ്പോൾ അമ്മയോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം 2025 ജാനുവരി 17 തീയതി ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരികയായിരുന്നു. ക്രോസ് ഇങ്ങനെ യൂട്ടേൺ ഇങ്ങനെ എടുത്തു വന്നു. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോള് പോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രാക്കിൽ നിന്ന് ഇങ്ങേ ട്രാക്കിലോട്ട് പോയി. UAE റൂൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെ മുട്ടുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ ജയിലിലാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ പറക്കുവാണ്. പിള്ളേരൊക്കെ ഇതിൽ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ട് പറന്നിങ്ങനെ പോവുകയാണ് എൻ്റെ വണ്ടി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുകളിലാണ്, താഴെ കൂടെ വണ്ടിയെല്ലാം ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിച്ചുപോയി. ഞാൻ അമ്മയെന്ന് മാത്രം ഒന്ന് വിളിച്ചു.
സ്റ്റിയറിംഗിൽ നിന്നും എല്ലാം കൈയെടുത്തു, ആക്സിലേറ്ററിൽ നിന്നും എല്ലാം കൈയെടുത്തു. എങ്ങനെയാണെന്ന് മാത്രം ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും കൃപ കൊണ്ടും മാത്രമാണ്. ആ വണ്ടി ചെന്നിട്ട് അടുത്ത ഹോട്ടലിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിട്ട് ഡോറ് തുറക്കുക. അവസാനം അത് തുറന്നിറങ്ങി വന്നപ്പം അവിടെ ഒരു ലോക്കൽ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇയാൾ ഇപ്പോഴും ജീവനോടുണ്ടോ? വണ്ടിയുടെ കണ്ടീഷൻ അതേ രീതിയാണ്, മൊത്തം പോയി. നമുക്ക് പിന്നെ ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല, നമ്മളതിൽ ടോട്ടൽ ലോസിന് കൊടുക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഓൺലൈൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു 2-3 ദിവസത്തേക്ക്, പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 2025 ഡിസംബർ ആകുമ്പോൾ എനിക്ക് നാട്ടിൽ വരാൻ പറ്റണേ അവധിക്ക്, വെക്കേഷന്. കാരണം എനിക്ക് കമ്പനിയിൽ നിന്ന് അവധി തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റണേ, വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ലോണുകളുണ്ടായിരുന്നു, അപ്പോൾ അത് കുറേ കടബാധ്യതകളുള്ളതുകൊണ്ട് അത് അമ്മ 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു. ഞങ്ങൾ നവംബർ 23 UAE നിന്ന് ഇവിടെ വന്നു. പക്ഷേ ലോണിനുള്ള ഒരു പൈസയും നമ്മുടെ കയ്യിലില്ലായിരുന്നു. എങ്ങനെയെന്ന് മാത്രം അറിയത്തില്ല. നമ്മൾ ഏതോ ഒരു ലോണിന് കുറച്ച് പൈസ അടച്ചു, ബാക്കി എല്ലാ ലോണും നമ്മുടെ ക്ലോസായി. നമ്മൾ ലോൺ അടച്ച അതേ പൈസ തന്നെ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ, ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അമ്മ ഡിസംബറിൽ വരുമ്പം എൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് തരണം, എല്ലാ ബാധ്യതകളും തീർത്ത് തരണം. അതിനെന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എല്ലാം തീർത്തു തന്നു. ഞാൻ പറഞ്ഞു എനിക്കിനി അമ്മയോട് ഒന്നും ചോദിക്കാനില്ല, എല്ലാം എനിക്ക് സാധിച്ചു തന്നു, മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഒന്നുമല്ല, അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഇന്നും ഞാൻ ഈ അൾത്താരയിൽ ജീവനോടെ നിൽക്കുന്നത് തന്നെ. ഞാനിപ്പോൾ UAE നിന്ന് വന്ന് തന്നെ സാക്ഷ്യം പറയാനും വേണ്ടിയാണ്. ഇതോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പത്രം എനിക്ക് ആദ്യമേ കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ ഒരു കൃപാസന ഗ്രൂപ്പ്, കുവൈറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിലുള്ള ആളുകൾ ഓൺലൈൻ ആയിട്ട് എനിക്ക് പത്രത്തിൻ്റെ ഇത് അയച്ചു തന്നു. ഞാനത് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പള്ളികളിൽ കൊടുത്ത്. അപ്പോൾ അവരൊക്കെ ആദ്യമേ എന്നെ കളിയാക്കി, എന്നോട് ചോദിച്ചു ഹിന്ദുവാണോ, കാര്യം സാധിച്ചോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് ചിലർ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മകനോട് പത്രം കൊടുക്കാൻ പോയത്. അപ്പോൾ മാം പറഞ്ഞു അമ്മ എല്ലാവരും വാങ്ങിക്കും. ഞാൻ പറഞ്ഞു വാങ്ങിക്കും, നീ വിഷമിക്കായിരിക്കും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഇരിക്കുന്ന പത്രം ഒരെണ്ണം പോലും അധികം വരല്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരും വാങ്ങിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പത്രമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം ഓൺലൈനിൽ ഷെയർ ചെയ്യും. അന്നേരം എല്ലാം എന്നെ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാർ. ഹിന്ദുക്കളുടെ ഇതിൽ ഇഷ്ടം പോലെ ദൈവങ്ങളില്ലേ, എന്തിനാണ് നീ ഇതിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജോലി കിട്ടിയത്, ഞാൻ ഇനിയും ഷെയർ ചെയ്യും. ഈ പറഞ്ഞവർക്കൊന്നും ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ ചോദിച്ച് എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാം, നമുക്കിവിടെ ഓൺലൈനായിട്ട് എല്ലാവരും സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അറിയാവുന്നവരിപ്പം നമ്മളോട് സഹായമൊക്കെ ചോദിച്ചാൽ അന്നേരം നമ്മളവർക്ക് അസുഖബാധിതരായിട്ടുള്ളവർക്കും എല്ലാം നമ്മൾ കൊടുക്കും. പിന്നെ ഫുഡ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എനിക്ക് ഓഫീസിൽ കിട്ടിയാലും എവിടെ കിട്ടിയാലും, ഓഫീസിലാണേലും എൻ്റെ കൂടെയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവരൊക്കെ എന്നെ കളിയാക്കും. അവരൊക്കെ എന്നോട് പറയും നീ എപ്പോഴും ഇത് കൃപാസനം എന്നും പറഞ്ഞിട്ട് ഇരിക്കുവാന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നവരോട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും, അത് യൂട്യൂബിൽ വരും, നിങ്ങളത് കാണും, അന്നേരം നിങ്ങൾ അറിയൂ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്നുള്ളത്. അത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞാലോ ഒന്നും തീരത്തില്ല അനുഗ്രഹങ്ങൾ. കാരണം ഒരു വട്ടം അമ്മ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും അമ്മയുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിനാന്നേലും. കാരണം അവിടെ നമ്മൾ ഓൺലൈൻ ഗ്രൂപ്പിൽ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാലയിലും എല്ലാം ഞാൻ പങ്കെടുക്കും. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. ഇതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. प्रभु यीशु और कृपासनम अम्मा को बहुत बहुत धन्यवाद। मैं जसिंता चेटियार सिलवासा से आई हूँ। मेरा पैरिश है अ लेडी ऑफ पाइटी चर्च सिलवासा। मैंने विधान लिया था 16 मई 2025 में। जो पहला विधान लिया था उसमें मुझे जॉब मैं 2 साल से ढूंढ रही थी, लेकिन मुझे कुछ ना कुछ बाधाएं आ जाती थी, होता ही नहीं था। कितने इंटरव्यू दिए लेकिन कुछ भी सक्सेस ही नहीं होता था। इतने अच्छे इंटरव्यू दिए मैंने, और मेरे पढ़ाई भी करती थी, कुछ ना कुछ मैं पढ़ती रहती थी, इंटरव्यू अच्छा जाए, मेरे नॉलेज और बढ़े, इसलिए
लेकिन इतना सब कुछ करने के बाद में भी कुछ नहीं हो रहा था। तो मेरी सिस्टर केरला में रहती है, सिस्टर अम्मा, उन्होंने बताया कि तुम कृपासनम अम्मा के यहाँ पर आओ और तुम विधान लो और प्रार्थना करो पूरे मन से, जो जो विधान में लिखा गया है वैसे प्रार्थना करो तो तुम्हारे प्रार्थना ज़रूर कृपासनम अम्मा सुनेगी। मैंने विश्वास किया और जैसे विधान में लिखा है वो सारा चीज़ किया। जॉब तो मेरे को पहले इसमें नहीं मिला, लेकिन मेरे गले का जो तकलीफ़ था, जो मैं 2020 से कोरोना के समय से मुझे गले में खराश रहती थी, हमेशा मेरा आवाज़ हमेशा दबा हुआ आवाज़ निकलता था। जैसे नॉर्मल वॉइस अभी आ रहा है वैसे वॉइस नहीं आती थी मेरी, हमेशा दबा आवाज़, थोड़ा सा भी चिल्लाती तो गले में खराश, दर्द होने लग जाता था। तो यहाँ पे विधान में जो ब्लेसेड ऑयल मिला था उसे लगा के मैं रोज़ प्रार्थना करती थी। तो मुझे अचानक से उस विधान में मुझे गले की तकलीफ़ से एकदम आराम हो गया। फिर वैसे जैसे समय गया वैसे मैंने दूसरा विधान लिया, जिसमें मेरा एक विश था, जॉब तो था ही, प्लस और एक विश था, जो मेरी बेटी बहुत मस्ती करती है, जो बहुत टीचर्स के बहुत कंप्लेंट आते हैं स्कूल में कि वो सुनती नहीं है, एक जगह में बैठती नहीं है, इधर उधर खुद भी परेशान होती है और दूसरों को भी परेशान करती है, दूसरे स्टूडेंट्स को। भले वो पढ़ाई में बहुत होशियार है लेकिन उसका जो मस्ती करने का स्वभाव है उस वजह से वो पढ़ाई में भी नीचे जा रही थी। तो फिर अचानक से जब प्रार्थना मैंने कुडम्बड़ी में लिया, माता मरियम के कहा कि उसका जो हाइपर एक्टिवनेस है वो कम कर दे, आप उसको ब्लेस करो, आप उसको शांत करो, उसका स्वभाव शांत करो, वो सबकी आज्ञाकारी बने, सुने। और वैसे ही माता मरियम ने उसका स्वभाव बदल दिया, वो सबका सुनती है अभी और अच्छे से बिहेव करती है, घर में परेशान नहीं करती है किसी को, स्कूल में भी उसके कंप्लेंट नहीं आते अभी। और ऐसे ही मैंने तीसरा विधान लिया 22 नवंबर को मैंने ऑनलाइन रिन्यूअल किया था विधान। उस विधान में भी मेरा इंटेंशन था कि मुझे जॉब तो चाहिए ही। तो उसमें मुझे जैसे ही 22 नवंबर को मैंने विधान लिया, उसके तीसरे दिन में 24 नवंबर को मुझे कॉल आया इंटरव्यू के लिए, जो बॉम्बे से आया था। उसमें मैं इंटरव्यू के लिए जाके अटेंड करी। उस इंटरव्यू में मैंने छठे दिन में इंटरव्यू दिया विधान के 27 नवंबर को। और जो 2 साल से मैं जॉब ढूंढ रही थी इतनी तकलीफ़ से, यहाँ वहाँ बहुत जगह मैं इंटरव्यू जाती थी लेकिन कहीं पे भी सक्सेसफुल नहीं होता था। यहाँ पे 2 साल से जॉब ढूंढ रही थी और 2 घंटे में सारा कृपा से अम्मा ने मुझे ऑफ़र लेटर दिया, सब कुछ, इतना अच्छा सैलरी जो मैं कभी सोची नहीं थी। और मुझे डायरेक्ट असिस्टेंट मैनेजर का पोस्ट मिला, HR असिस्टेंट मैनेजर का, जो मैं बीच में सोच रही थी भले मुझे दूर ही क्यों ना मिले, मैं चली जाऊंगी जॉब के लिए, क्योंकि मुझे इस कंपनी में बहुत परेशानी हो रही है। तो और मुझे दूर भी नहीं जाना पड़ा, मेरे घर के 5 किलोमीटर्स की दूरी पर ही मुझे इतना अच्छा जॉब मिला, वो भी इतने अच्छे पोजीशन से। मैं माता को बहुत बहुत धन्यवाद देती हूँ कि उन्होंने सारी मेरी इच्छाएं और जिसकी इच्छा कभी की नहीं थी वो भी सारे ठीक कर दिए मेरे जीवन में। और जैसे कि विधान में लिखा है कि आपको प्रार्थना में बढ़ना है। मैं पहले प्रार्थना में मुझे मन ही नहीं लगता था, अभी अचानक से जब से विधान लेना शुरू किया, जैसे जैसे मैं आगे बढ़ रही हूँ, मैं प्रार्थना में जाती हूँ, सुबह चर्च में जाती हूँ और बाइबल पढ़ती हूँ, रोज़री जब मिले समय रोज़री पढ़ती हूँ। और इवनिंग को तो रोज़री हम लोग फैमिली रोज़री करते ही है, उसके बाद इवनिंग का प्रेयर करते हैं। और मॉर्निंग में 5:30 को जैसे फादर का प्रेयर चालू होता है, मेरा मोबाइल में ऑनलाइन प्रेयर मैं चालू कर देती हूँ बोलने के लिए। भले मुझे मलयालम समझ में नहीं आता है फिर भी मैं फादर का जो भी प्रेयर रहता है, हीलिंग प्रेयर, वो सब सुनती हूँ।
जो रिट्रीट होता है हफ्ते में एक बार, वो भी मैं अटेंड करती हूँ, ऑनलाइन रिट्रीट। और रिट्रीट अटेंड करते समय मैंने ब्लेसेड सैक्रामेंट में जीसस का फेस भी देखा है। प्रभु यीशु ने मुझे अपने फेस भी दिखाया है, इसके लिए मैं बहुत बहुत धन्यवाद करती हूँ। और उड़म कवनेंट में सबको कैसे अपने प्रीच करना है, इवेंजलाइजेशन का जो काम करना है, उसमें मेरे अपने फ्रेंड्स को मैंने अपने लेटर, कृपासन अम्मा का जो लेटर है वो सबको दिया है। मेरे कंपनी में भी जो वर्कर लोग हैं जो उनको पता नहीं है मदर मैरी के बारे में, उन लोगों को भी मैंने लेटर दिया है और उन लोगों को भी विश्वास हुआ माँ मरियम के ऊपर। लाइन में प्रेयर्स सबके टेस्टिमनी सुनती थी कि माता मरियम कैंडल में भी प्रत्यक्ष होती है और जब उनका कभी कभी खुशबू भी आता है तो मैं बहुत मन से इच्छा करती थी, माँ भले मुझे कुछ मत दे लेकिन तेरा जो आशीर्वाद है, तेरा जो एहसास है वो मुझे दे। तो माता मरियम के एक फूल का खुशबू जैसा मुझे एहसास हुआ था एक बार, इसलिए मैं माता मरियम को बहुत बहुत धन्यवाद देती हूँ। चैरिटी वर्क भी करती हूँ, जिसको ज़रूरत पड़ेगी तो मैं उनको हेल्प करती हूँ चैरिटी के लिए। और फिर मैं मांगती भी नहीं हूँ उनसे कि कृपासन अम्मा के नाम पे उनको चैरिटी करती हूँ। अभी मुझे ऐसा लगता है बिना विधान के मेरा जीवन ही नहीं है, इसीलिए मैं ये जो विधान है वो हमेशा कंटिन्यू करूँगी, कभी नहीं छोड़ूंगी। कृपासन अम्मा का बहुत बहुत आभार है मुझ पे, इसलिए मैं धन्यवाद देती हूँ कृपासन अम्मा को और जीसस को।